ഹായ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ കുക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ കലത്തപ്പം ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ കലത്തപ്പം ഉണ്ടാക്കിയിട്ട് ശരിയായിട്ടില്ല എന്ന് ആരും പറയരുത് കേട്ടോ. ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം, നല്ല ആരെടുത്ത് അപ്പം നമുക്ക് കിട്ടും. അപ്പോൾ അതിനായിട്ട് ആദ്യം 3 വെച്ച് ശർക്കര ഞാനവിടെ ഉരുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് കുതിർത്തെടുത്തിട്ടുള്ള പച്ചരി മിക്സിയുടെ ജാർക്ക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഏലക്കായാണ്. അപ്പോൾ ഒരു 4-5 ചെറിയ ഏലക്കായും കുറച്ച് ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചോറാണ്. അപ്പോൾ ചോറ് കൂടി പോകരുത്, കൂടി പോയാലേ നമ്മൾ അപ്പം നല്ല ഒട്ടിപ്പിടുത്തുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ചോറ്, 1 സ്പൂൺ ചോറ് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇനി നന്നായിട്ട് ഇത് നമുക്കൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ കലത്തപ്പത്തിന് അരക്കുമ്പോൾ നമ്മൾ എപ്പോഴും നല്ലോണം അരക്കണം കേട്ടോ. തരിയില്ലാതെ തന്നെ അരച്ചെടുക്കണം. അങ്ങനെ നമ്മളെ ശർക്കരയൊക്കെ ഉരുകിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ ചൂട് കൊടുക്കണം തന്നെ നമ്മൾ അരച്ചെടുത്തിട്ടുള്ള മാവ്ക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒഴിച്ച് കൊടുക്കുമ്പോൾ നല്ലോണം ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് അതിലേക്ക് പാകത്തിനുള്ള ഉപ്പും അതേപോലെ തന്നെ ഒരു നുള്ള് അപ്പസോഡയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ലൂസിലാണ് ഞാനിത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. നമ്മൾ അപ്പമൊക്കെ ഒഴിച്ചല്ലോ, നമ്മൾ കലക്കി പറഞ്ഞ അപ്പം എന്നൊക്കെ പറയാമല്ലോ, ആ ഒരു അപ്പത്തിൻ്റെ ലൂസിലാണ് കേട്ടോ. ഇനി നമുക്ക് തേങ്ങാക്കൊത്തൊക്കെ ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുള്ള തേങ്ങ ഒന്ന് നല്ലോണം ഒന്ന് വറുക്കണം. അപ്പോൾ തേങ്ങ നല്ലോണം മുത്ത് വന്നപ്പോഴാണ് പിന്നെ ഞാൻ ചെറിയ ഉള്ളി കുറച്ച് അരിഞ്ഞത് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്നൊരു പകുതി ഞാൻ എടുത്തിട്ട് നമ്മളെ കുക്കറിലേക്ക് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കലത്തപ്പം ഉണ്ടാക്കുമ്പോൾ എപ്പോഴും കുക്കർ എടുക്കുകയാണ് നല്ലത്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് അപ്പം നല്ല ഒരു കട്ടിയുള്ള അപ്പമായിട്ട് തന്നെ കിട്ടും. ഇനി അത് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം നല്ലോണം കൂട്ടി വെച്ചിട്ട് മാവ് ഇതിലേക്ക് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. മാവ് ഒഴിച്ച് കൊടുത്തിട്ട് ഞാനൊരു കുറച്ച് സമയം ഒന്ന് അടച്ച് വെക്കുന്നുണ്ട്. കുറച്ച് സമയം അടച്ച് വെച്ചിട്ട് പിന്നെ നമുക്ക് ബാക്കിയുള്ള തേങ്ങാക്കൊത്തും കൂടി ഇതിലേക്ക് അങ്ങോട്ട് അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ വെയിറ്റൊക്കെ ഊരി വെക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു സമയത്ത് തീ നന്നായിട്ട് കുറച്ച് വെക്കുക കേട്ടോ. പിന്നെ ബാക്കിയുള്ള തേങ്ങാക്കൊത്തും കൂടി ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് തീ നന്നായിട്ട് തന്നെ കുറച്ച് വെക്കണം. അങ്ങനെ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ അപ്പത്തിൻ്റെ വെള്ളമൊക്കെ വറ്റിയിട്ട് ഇതുപോലെ അങ്ങോട്ട് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നല്ലോണം തണുത്തതിന് ശേഷം ഇതിൽ നിന്ന് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് കത്തി കൊണ്ട് ആദ്യം ഇതിൻ്റെ ചുറ്റുഭാഗം ഒന്നുണ്ട് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മൾ അപ്പം നല്ല ആരെടുത്തിട്ടുള്ള നമ്മളെ കലത്തപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. നല്ല സോഫ്റ്റ് ആകാരം ഈ ഒരു അപ്പത്തിന്. നമുക്ക് ചൂട് കട്ടൻ ചായൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു കലത്തപ്പം തന്നെയാണ്. കണ്ടോ, നല്ല ആരെടുത്തിട്ടുള്ള അപ്പം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിക്കണമെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ